വല്ലാത്ത തോൽവിയാന്നല്ലേ ഇങ്ങനെ നോക്കുന്നു നമ്മളും വിചാരിച്ചിട്ടില്ല. തുറന്നു പറയല, എല്ലാരും വരുന്ന ആഫീസ് എന്റെ ആഫീസാണ്. എല്ലാരും വരും, ലീഗുകാരും വരും, കോൺഗ്രസ്സുകാരും വരും, നമ്മളെ പാർട്ടിക്കാരും വരും. നമ്മളെങ്ങനെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യും. നമ്മളൊരു മൂന്നാം ഭരണം പ്രതീക്ഷിച്ചു ഞങ്ങളെല്ലാരും. ഞാനും വിചാരിച്ചു 2011 സമായിരിക്കും. 2011 നിങ്ങൾക്ക് അറിയാല, ഒരു 2020 മാച്ച് പോലെ. അല്ലെങ്കിൽ 2022 അർജന്റീന ഫ്രാൻസ് ഫൈനൽ പോലെയാ. ഇപ്പോഴത്തെ കളി പോക്കാന്ന് വൺ സൈഡ് ആയി. നിങ്ങൾ അർജന്റീനക്കാരുണ്ട്, ഞാൻ അർജന്റീനയുടെ ആളാണ്. 120 കളി കണ്ടിട്ട് ഉറക്കം പോയി എന്നാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 2022 വേൾഡ് കപ്പ് ഫൈനൽ പോലെയാ ഞാൻ 2011 ഇലക്ഷൻ കണ്ടത്. ഏതാണ്ട് അതിന് സമാന. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ. എന്താ ഞാൻ വിചാരിച്ചത്? ഒരു 68-72. നമ്മളാ വരുന്നെങ്കിൽ ഒരു 71-72, അവരാ വരുന്നെങ്കിൽ 75-76. അവരെ നേതാക്കന്മാര് സ്വകാര്യം വിളിച്ചു പറഞ്ഞു, സ്പീക്കറെ നമ്മൾ വരും, പക്ഷെ 75-76 എണ്ണം തുടങ്ങി. ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യണം. അപ്പം നമ്മൾ തന്നീച്ചിങ്ങനെ ഇരുന്ന്. നമസ്കാരം. മലപ്പുറം കാളിക്കാവിൽ നടന്ന കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് CPM-ന്റെ ഒരു വേദിയിൽ ഇന്നലെ നമ്മുടെ മുൻ സ്പീക്കറായിരുന്ന N. ഷംസീർ നടത്തിയ പരാമർശം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഷംസീർ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞത് പാർട്ടി ഏത് സമയത്തും തോൽവിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പരിപൂർണ്ണ സജ്ജമാണെന്നും ഏത് തരത്തിലുള്ള തിരുത്തലുകൾക്കും പാർട്ടി തയ്യാറാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പാർട്ടി ഇനി വേറെ എവിടെ ഉണ്ടാവില്ല എന്നുള്ളതും, നിങ്ങൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന UDF-ലോട്ട് നോക്കൂ, അവിടെ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർക്ക് മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതിനിടെ അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് നമുക്കറിയാം. പലവട്ടം പല കാര്യങ്ങളിൽ CPM-ന്റെ പല നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി തോൽവിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെത്തട്ടിൽ മുതൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ CPM-ന്റെ പല ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും എന്തിനേറെ PB-യും കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള പല കമ്മിറ്റികളിലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ CPM-ന് സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യം ആണത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷംസീറിൻ്റെ ഈ ഒരു വാക്ക് പല നേതാക്കന്മാരും അത് പാർട്ടി മീറ്റിങ്ങിലൊക്കെയാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ ഷംസീർ ഇന്നലെ ഔദ്യോഗികമായി തന്നെ പരസ്യമായി പറഞ്ഞു CPM എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതും അതെല്ലാം തിരുത്താൻ CPM തയ്യാറാണെന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു പാർട്ടി CPM അല്ലാണ്ട് മറ്റൊരു പാർട്ടിയും ഈ കേരളക്കരയിൽ ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം പാർട്ടി തിരുത്തുകയാണെങ്കിൽ മറ്റാർക്കുമല്ല അതിൻ്റെ ഉപകാരം കിട്ടുക, അത് ഷംസീറിന് പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും തന്നെയാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട 3 ആരോപണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് അദ്ദേഹം അവലോകനം ചെയ്യുന്ന ഒരു കാര്യം, മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയത പറയുന്നതിൽ CPM എതിർക്കേണ്ടതിൻ്റെ ശക്തി വല്ലാണ്ട് കുറഞ്ഞുപോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം. അതിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി CPM-നെതിരായി നിൽക്കുകയും അതുപോലെ തന്നെ അത് UDF-ലോട്ട് പോകുന്ന പ്രക്രിയ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കേരളത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പച്ച വർഗീയത അത് അദ്ദേഹത്തെ ഏറ്റെടുത്താൽ അത് ആരായാലും BJP ഏറ്റെടുത്താൽ BJPക്കായാലും ഒരുപക്ഷെ BJPയുടെ പ്രൊപ്പഗണ്ട അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ താഴെത്തട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു നേതാവായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ BJP നേതാക്കന്മാർ നോർത്ത് ഇന്ത്യയിൽ ചെയ്യേണ്ട പണി കേരളത്തിൽ ചെയ്യുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ BJPക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന അവരെ താഴെത്തട്ടിൽ അല്ലെങ്കിൽ ശാഖയിൽ പ്രവർത്തിക്കുന്ന RSS പോലുമല്ല. ആ വിഷയത്തിൽ എക്കാലത്തും CPM-ന് ഈ പറഞ്ഞ പോലെ പ്രൗഢമായി പറയാൻ പറ്റുന്ന നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. കാരണം പച്ചക്ക് വർഗീയത CPM-നെ ഒരു നേതാക്കന്മാർ പോലും ഇത്ര പറയാറില്ല. ആ സമയത്ത് BJP നേതാക്കന്മാർ പോലും എന്താ പറയുക, ദേശീയ തലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളാണെന്ന് FCR ബന്ധപ്പെട്ട വലിയ പൈസകൾ വരുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ള തരത്തിലൊക്കെ പല BJP നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും, കേന്ദ്രത്തിലാണെങ്കിൽ തെളിഞ്ഞും സംസ്ഥാനത്തിലാണെങ്കിൽ ഒളിഞ്ഞും പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും BJP പോലും പറയാൻ കേരളത്തിൽ മടിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതിന് കൊടപിടിക്കുന്നു. അല്ലെങ്കിൽ അക്കാര്യം ബന്ധപ്പെട്ട CPM-ന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളൊന്നും CPM-ന്റെ തോൽവിക്ക് കാരണമായിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ അന്ധമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം തോൽവിയിൽ നിന്നും സി പി എം പാഠം പഠിച്ചാലും ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ പാഠം പഠിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഷംസീറിൻ്റെ കാര്യം വരുമ്പോൾ ഷംസീർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുകയും പാർട്ടിക്ക് വലിയ തട്ടിലെ ക്ഷീണം സംഭവിക്കുന്നതിലേക്കും പാർട്ടി എത്തിച്ചു എന്നുള്ള, പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരിലും അതുപോലെ തളിപ്പറമ്പിലും പിന്നെ ജി സുധാകരൻ മത്സരിച്ച അമ്പലപ്പുഴയിലടക്കമുള്ള പാർട്ടിയുടെ പല കുത്തക കോട്ടകളും അല്ലെങ്കിൽ ഉരുക്കു കോട്ടകളും ഈ അടപടലം പൊളിയുന്ന രീതിയിലോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കണ്ടെത്തണം എന്നുള്ളതാണ്. അതിൽ പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ച പറ്റി എന്നുള്ളതും, കൃത്യമായ സ്ഥാനാർത്ഥികളെയെല്ലാം അവിടെയൊന്നും എക്സിക്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ അവിടെയൊന്നും സ്ഥാനാർത്ഥികളായി കൊണ്ടുവരാൻ CPM-ന് പറ്റിയത് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ MV ഗോവിന്ദൻ്റെ ഭാര്യയൊക്കെ KK ശ്യാമളിനെ കൊണ്ടുപോയി മത്സരിക്കുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പാർട്ടിക്ക് വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വലിയ വീഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിരൽ ചൂണ്ടുന്നത് MV ഗോവിന്ദനിലോട്ടാണ്. എന്തായാലും അപ്പം ഷംസീർ MV ഗോവിന്ദനെ പേരെടുക്കാണ്ട് പറയുന്നു. സ്ഥാനാർത്ഥി നിർണയം ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് MV ഗോവിന്ദൻ്റെ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും MV ഗോവിന്ദനെതിരെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഈ പറഞ്ഞ പോലെ ഷംസീർ പറയുന്നു. മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളിയുടെ പരാമർശം, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തെ ശക്തമായി എതിർക്കുന്ന രീതിയിൽ CPM പരാജയപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്കറിയാം വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ പല രീതിയിലുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സമുദായ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയാണെന്നുള്ളതും, ഇതിനു പുറമെ മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ നേടാൻ വേണ്ടി മുസ്ലിങ്ങൾ ജനസംഖ്യ ബോധപൂർവം സൃഷ്ടിക്കുന്നുണ്ട്, അഥവാ റീപ്രൊഡക്ഷൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അവിടുത്തെ ഈ പറഞ്ഞ പോലെ സീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് ഞാൻ 2 ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വെള്ളാപ്പള്ളിയുടെ കാര്യം നമുക്ക് പറയാനുണ്ടാവും. അപ്പോൾ വെള്ളാപ്പള്ളി ഒരു മെയിൻ ഫാക്ടറാണ് CPM എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഷംസീർ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് അയ്യപ്പ സംഗമത്തിലെ ആശയക്കുഴപ്പം എന്നുള്ളതാണ്. പാർട്ടിയുടേതല്ലാത്ത അയ്യപ്പ സംഗമം സർക്കാരിൻ്റേതാണെന്ന് പ്രചരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പേരെടുത്ത് ഇത്തരത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളതും, അയ്യപ്പ സംഘവും പിന്നീട് ഇത്തരത്തിലുള്ള സാധനം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അതിൽ യോഗി ആദിത്യനാഥിൻ്റെ കത്തടക്കം തുറന്നു വായിക്കുന്നത് നമുക്കറിയാം. ബി ജെ പിക്കുള്ളിൽ നോർത്ത് ഇന്ത്യയിൽ ബുൾഡോസർ രാജ് എന്നറിയപ്പെടുന്ന നേതാവാണ് ഈ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ്. അത്തരത്തിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയവശവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ കത്തുകൾ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിൽ ഒന്ന് വായിക്കുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ അടിത്തട്ടിൽ CPM-നെ ഇല്ലാണ്ടാക്കി എന്നുള്ളത്. അപ്പം വിശ്വാസികൾക്കിടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം തീവ്ര ഹിന്ദു വിഭാഗത്തിലല്ലാത്ത സെക്യുലർ ഹിന്ദുക്കളായ പല ഹിന്ദുക്കളും ഇത്തരത്തിൽ പാർട്ടിക്കെതിരായി. മറ്റൊന്ന്, വെള്ളാപ്പള്ളി കാറിൽ കയറ്റി അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ താലോലിച്ച് വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്ത് നടന്നുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിങ്ങളും പോയി എന്നുള്ളതും. മൂന്നാമത്തെ കാര്യം, FCRI ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളതൊക്കെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. പാർട്ടി ഏത് തെറ്റ് വന്നാലും പാർട്ടി അത് തിരുത്താൻ സുസജ്ജമാണെന്നുള്ളതും, തെറ്റുകൾ പാർട്ടിക്ക് വരുമെന്നുള്ളതും, അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് പാർട്ടിയുടെ നേതാക്കന്മാരല്ല, അത് താഴെത്തട്ടിലുള്ള അനുയായികളാണ്. അത് അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാൻ പാർട്ടി നേതാക്കന്മാർ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കിട്ടാണ്ട് പോയ ഷംസീറിൻ്റെ മോഹം അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്തിരുന്ന ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാവരും വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു അദ്ദേഹമായിരിക്കും ഈ സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളത്. പക്ഷേ മരുമോനെ കൊണ്ടുവന്ന് പിണറായി വിജയൻ അവിടെ കൊണ്ടുപോയിരുത്തി ഷംസീറിന് പകരം സ്പീക്കർ സ്ഥാനം കൊടുക്കുന്നു. പക്ഷേ സ്പീക്കർ പദവി ഇരിക്കുമ്പോൾ പോലും പലപ്പോഴും CPM നേതാക്കന്മാരും ഷംസീറും കൊമ്പ് കോർക്കുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. പലപ്പോഴും UDF നേതാക്കൾക്ക് കൂടുതൽ സമയം സംസാരിക്കാൻ വേണ്ടി അനുവദിക്കുന്നു എന്നുള്ളത് സ്വന്തം പാർട്ടിക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷംസീർ ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ അന്ന് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഷംസീർ കൂടി പരസ്യമായി രംഗത്തെത്തിയതോടുകൂടി CPM-നെതിരായി പറയുന്ന പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും പറയുന്ന നേതാക്കന്മാരുടെ എണ്ണം ഒന്നുകൂടി കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം തുടക്കം കുറിച്ചത് MA ബേബി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് KK ശൈലജയും P ജയരാജനും P രാജീവും ബാലഗോപാലനും ഇപ്പം ശ്യാമള ടീച്ചറും ശ്രീമതി ടീച്ചറും ഏറ്റവും അവസാനം ഇപ്പം ഷംസീർ കൂടി രംഗപ്രവേശനം ചെയ്തതോടുകൂടി നേതാക്കന്മാരുടെ എണ്ണം CPM-നുള്ളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം CPM-ന്റെ ഈ പോക്കിനി എങ്ങോട്ടായിരിക്കും എന്നുള്ളത്. ഈ ഷംസീർ പറഞ്ഞ പോലെ
തെറ്റുകൾ പറ്റി എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായ സ്ഥിതിക്ക് പാർട്ടി ഇനി തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.